ദീൻ നശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അമാനത്ത് നഷ്ടപ്പെട്ടതാണ്. ഉൽ ഫർജു അമാന, ലൈംഗികാവയവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമാനത്ത്. അവ്വലു മാ ഖലഖല്ലാഹു മിനൽ ഇൻസാനി അൽ ഫർജ, മനുഷ്യരിൽ ആദ്യം അള്ളാഹു പഠിച്ചത് ഗുഹ്യസ്ഥാനമാണെന്ന്. ആദ്യം എന്താ പറഞ്ഞ്? അതാണ് അമാനത്ത്. അവ്വലു മാ, കേൾക്ക് കുട്ടി, അവ്വലു മാ ഖലഖല്ലാഹു മിനൽ ഇൻസാനി അൽ ഫർജ, മനുഷ്യ ശരീരത്തിൽ അള്ളാഹു ആദ്യം പഠിച്ചത് എന്തിനാണ്? ഗുഹ്യസ്ഥാനത്തെയാണ്. എന്നിട്ട് പറഞ്ഞു ഇത് അമാനത്താണ് കേട്ടോ. പിന്നെ നാവിനെ പഠിച്ചു, പിന്നെ പറഞ്ഞു അതും അമാനത്താണ്. അത് രണ്ടിനും എല്ലില്ല, എല്ലില്ലാത്ത രണ്ട് സാധനം ആദ്യം പഠിച്ച് പിന്നെയാണ് എല്ലുകൾ പഠിച്ച്. രണ്ടിനോട് അള്ളാഹു പറഞ്ഞു എന്ത്? അമാനത്താണ്, അമാനത്താണ്. അത് രണ്ടിനെ അമാനത്ത് വിട്ടിയാൽ സ്വർഗ്ഗം ഉറപ്പാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കും. നമ്മളെ പറ്റി പറഞ്ഞോ, ഞാൻ എന്നെ പറ്റി പറഞ്ഞോട്ടെ. ഞാൻ പഠിച്ചു, ഒക്കെ ചെയ്തു, പഠിപ്പും കാര്യം ഒക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. എൻ്റെ അയൽവാസി ഗൾഫ് പോയപ്പോൾ എന്നോട് പറഞ്ഞു പൊരയൊക്കെ ഇടക്കിടക്കൊന്ന് നോക്കണം കേട്ടോ. ഞാനാണ് നോക്കി. പിന്നെ ആ നോട്ടം പറയേണ്ട കാര്യമല്ല. ഞാൻ നിസ്കരിക്കും, ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് പോയും. നിസ്കാരമുണ്ട്, ബാങ്കുണ്ട്, ഇഖാമത്തുണ്ട്, ജമാഅത്തുണ്ട്, എന്തില്ല? അമാനത്തില്ല. അതന്നെ തന്നെ കിതാബുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ അമാനത്തില്ല. വിശ്വസിച്ചിട്ട് ഒരു ആലിമിനെ പോലും വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു കാലം വരും. കാലം വന്നോ ഇല്ലേ? കാലം വന്നോ ഇല്ലേ? നീ എന്നെ തന്നെ പറ്റി പറഞ്ഞോളാം, ഞാൻ എന്നെ പറ്റി തന്നെ പറയാം. വേറെ ആരും പറയണ്ട. ഈ എന്നെ പറ്റി പറഞ്ഞു, ഞാൻ എന്നെ പറ്റി പറയാം. മനസ്സിലായില്ലേ? ചിന്തിക്ക്, 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 ചിന്തിക്ക്. ആണിനും പെണ്ണിനും പ്രത്യേകിച്ച് സീറ്റൊന്നുമില്ല ബസ്സിൽ, ആർക്കും എവിടെയും കയറാം. അങ്ങനെയുള്ള നാടും ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ബസ്സിൽ സീറ്റിൽ ഇരുന്നപ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് പുറത്തിരുന്നു. അപ്പം എന്ത് ചെയ്തു? പിന്നെ ഒന്നുകൂടി കയറിയിരുന്നു. അപ്പോൾ അവളുടെ തൊടയുടെ ആ ശരീരത്തിൻ്റെ ആ ഒരു ലെംസ്, അതിൽ വസ്ത്രത്തിനപ്പുറത്താണ്. പക്ഷെ അത് നീ അനുഭവിച്ചു. ഇപ്പം നിനക്ക് എന്തില്ല? അമാനത്തില്ല. അമാനത്തുണ്ടെങ്കിൽ അവിടെ വിടവുണ്ടാക്കുക. പറഞ്ഞു ഉദാഹരണമായി പറഞ്ഞൊക്കെ, അല്ലാതെ ഒരാളെ കുറ്റം പറയല്ല. ആദ്യം ഇല്ലാത്ത എനിക്കാണ് കുട്ടിക്കളി. ഉണ്ടാകേണ്ടത് എന്താണ്? ഉണ്ടാകേണ്ടത് നിസ്കാരമല്ല. എങ്ങായി ഉണ്ടാകേണ്ടത് എന്താ? അള്ളാഹുവിന്റെ റസൂലിന് നിസ്കാരമല്ല ആദ്യം കിട്ടിയത്. എന്താ കിട്ടിയത്? അമാനത്താണ്. അല്ലമീൻ എന്ന പേര്, അതാ കിട്ടിയത്. അതുണ്ടോ? എല്ലാം ക്ലിയറാവും. അമാനത്തുണ്ടോ? ഇവിടെ എല്ലാവരും നമ്മളെ വളഞ്ഞു കുത്തി നിൽക്കും. അമാനത്ത് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നമ്മളെ നേതാക്കന്മാർക്കും അനുയായികൾക്കും, നേതാക്കന്മാർക്കുണ്ടായ അനുയായികൾക്ക് ശോഭ യഥാ രാജ തഥാ പ്രജ. അമാനത്തുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ. അവസാനം ഹജ്ജിന് പോകുന്നതിൻ്റെ തലേന്ന് ഒരു ഹിന്ദുവായ മനുഷ്യന് ഒരു പൈസ കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അത് കൊടുത്ത് വീട്ടിയപ്പോൾ ആ ഹിന്ദുവായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പോവല്ലേ, അതിനിപ്പോൾ തന്നെ ഇത് തന്നെ ഒഴിവാക്കണം, എന്തിനാണ്? പിന്നെ ഒക്കെ കിട്ടിയാൽ പോരെ. അതല്ല, ഹജ്ജിന് പോവല്ലേ, അതുകൊണ്ട് ഞാൻ ഇനി വന്നില്ലെങ്കിലോ, വന്നിട്ട് ഇടപാടി നമുക്ക് വീണ്ടും തുടരാം, വന്നില്ലെങ്കിലോ കൊടുത്തു. ആ മനുഷ്യൻ ഇന്ദിരാഗാന്ധിയുടെ ചേംബറിലേക്ക് ചെന്നപ്പോൾ ഇന്ദിരാഗാന്ധി എണീറ്റുന്നു. സത്യത്തിൽ പ്രജയും രാജാവും, പ്രജ വരുമ്പോൾ രാജാവ് എണീറ്റ് നിൽക്കാൻ പാടില്ല, പ്രോട്ടോകോൾ എണീറ്റില്ല. പ്രതി കയറി വരുമ്പോൾ, അല്ലെങ്കിൽ കോടതിക്ക് ഒരാൾ കയറി വരുമ്പോൾ ജഡ്ജി എണീക്കുമ്പോഴാണത്. ജഡ്ജി അവിടെ എണീക്കാൻ പാടില്ല. പക്ഷേ ഇയാളാരാ? അമാനത്തുള്ള ആളാണ്. അമാനത്തുള്ള ആളെ ലോകമൊക്കെ. അമാനത്ത് മുസ്ലിമീങ്ങൾക്കുണ്ടെങ്കിൽ BJP ഭരിച്ചാൽ എന്ത്, RSS ഭരിച്ചാൽ എന്ത്? നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല. ഇപ്പം നമ്മളെ പേടിയാണ് എന്ത്, ഇപ്പോൾ കേരളവും BJP ഭരിക്കുമെന്ന്. എടാ, BJP അല്ല RSS ഭരിച്ചാൽ നിനക്കൊന്നും വരൂല. നിനക്ക് എന്തുണ്ടെങ്കിൽ? അമാനത്തുണ്ടെങ്കിൽ. അതിന് ആ സാധനമല്ല. നിസ്കാരമുണ്ട്, പള്ളിയുണ്ട്, മദ്രസയുണ്ട്, കിതാബുണ്ട്, എന്തില്ല? അമാനത്തില്ല. ദീനെന്നാൽ എന്താണ്? അമാനത്താണ്. ഇതാണ് മനസ്സിലാക്കണം. ഇനി കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. വളരെ 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 ചിന്തിക്ക്. സമുദായത്തിൽ അത് എടുത്തിട്ട് പോകും. സമുദായത്തിൽ അമാനത്തുണ്ടാവില്ല. എല്ലാം ഉണ്ടാവും, അമാനത്തുണ്ടാവില്ല. എല്ലാം ഉണ്ടാവും, അമാനത്തുണ്ടാവും.
എന്ന് പുണ്യ റസൂൽ മുസ്തഫ പുണ്യ റസൂൽ. ലോകം അവസാനിക്കാനായാൽ ജനങ്ങൾ പല ഇടപാടുകളും നടത്തും. ലാ യകാദു അഹദുൻ യുഅദ്ദിൽ അമാന. അമാനത്ത് വീട്ടാൻ ഒരാൾ തയ്യാറാവില്ല. അമാനത്ത് ഒരാളും വീട്ടിൽ കേറിനോളി. ജനങ്ങൾ യതബായഊന പല ഇടപാടുകൾ നടത്തും. ലാ യകാദു അഹദുൻ യുഅദ്ദിൽ അമാന. ഒരു അമാനത്ത് വീട്ടാൻ ഒരാൾ തയ്യാറാവില്ല. ഹത്താ യുഖാൽ, ലോകാവസാനമായാൽ പറയപ്പെടും, ഇന്ന ബലി ഫുലാനൻ റജുലൻ അമീനൻ. ഇന്നാലിന്ന കുടുംബത്തിൽ ഒരു അമീനുണ്ടത്രേ. ഹത്താ യുഖാൽ, പറയപ്പെടും, ഇന്ന ബനി ഫുലാൻ, ഇന്നാലിന്ന ഗോത്രത്തിൽ ഉണ്ടത്രേ റജുലൻ അമീനൻ, ഒരു അമാനത്തുള്ള ആള് ഇന്നാലിന്ന ഗോത്രത്തിൽ ഉണ്ടത്രേ എന്ന് പറയപ്പെടും. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ല? അതായത് ഇത് ആരോടെ റസൂൽ പറയണ്? സ്വഹാബത്തൊക്കെ ആരാണ്? ഉമനാ ആണ്. എല്ലാവർക്കും എന്തുണ്ട്? അമീനുകളാണൊക്കെ, നുജൂമുകളാണൊക്കെ. അവരോട് പറയാണ് ലോകാവസാനമായാൽ ഒരു കാലം വരും. ആ കാലത്തിൽ ഹത്താ യുഖാൽ, പല ഇടപാടുകളും എല്ലാവരും നടത്തും. ലാ യുഅദ്ദിൽ അമാന, അവർക്ക് എന്തുണ്ടാവില്ല? അമാനത്തുണ്ടാവില്ല. ഹത്താ യുഖാൽ, എത്രത്തോളം പറയപ്പെടും, ഇന്ന ബനി ഫുലാനൻ റജുലൻ അമീനൻ, ഇന്നാലിന്ന ഗോത്രത്തിൽ ഒരു അമീൻ ഉണ്ടത്രേ. ആ കൊണ്ടോട്ടി ആ കുബ്ബപ്പള്ളിന്റെ മേലെ ഭാഗത്ത് അവിടെ നിൽക്കുമ്പോൾ 4-5 പേരെ അപ്പുറത്തൊരു അമീൻ പാർക്കുണ്ടത്രേ. ആ കോഴിക്കോട്ട് ആ മുഖദാറിലെ ആ പിന്നെ MMI സ്കൂളിന്റെ അപ്പുറത്തൊരു 3ാമത്തെ പെരയിൽ അതൊരു അമീൻ്റെതാണത്രേ. ആ തലശ്ശേരി ചെമ്പിട്ട പള്ളിന്റെ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ 6ാമത്തെ പെര ഒരു അമീൻ്റെതാണത്രേ. കാസർഗോഡ് തളങ്കര മാലിക് ദിനാർക്കാണ് പോകുമ്പോ ഇത് കണ്ടിട്ടില്ലേ? അവിടെ പിന്നെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങണ സമയത്ത് കുറച്ചും കൂടിയാണ് മുന്നോട്ട് പോയാൽ അവിടെ പിന്നെ എന്താ പറയാ ഗേറ്റ് 4ാമത്തെ ഗേറ്റുള്ളൊരു പെരുണ്ട്. ആ പെരയിൽ ഒരു അമീൻ്റെതാണത്രേ. മക്കത്തേക്കാണ് പോകുമ്പോൾ ബാബു മക്ക കഴിഞ്ഞിട്ട് ഒരു 4-5 പീടിയ അപ്പുറത്തേക്കാണ് കഴിഞ്ഞാൽ അവിടെ ഒരു അമീന്റെ പീടിയ ഉണ്ടത്രേ. ഹത്താ യുഖാൽ, അങ്ങനെ പറയുന്നു. അതായത് അതൊരു അപൂർവ വസ്തുവായിരിക്കും. എന്ത്? അമാനത്ത്. ഒരാൾക്കുണ്ടാവില്ല. നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാവും, മസാജിദുഹും ആമിറ, വലിയ വലിയ പള്ളി ഉണ്ടാവും. എന്തുണ്ടാവില്ല? അമാനത്ത്. അപ്പൊ എന്തുണ്ടാവില്ല? ദീനുണ്ടാവില്ല. ജനങ്ങൾ ഒരു വിലയും വെക്കൂല. ചാവക്കാട് റെസ്റ്റ് ഹൗസിൽ RSSും മുസ്ലിമീങ്ങളും തമ്മിലുള്ള ചർച്ച നടന്നുകൊണ്ട് മണത്തലയിൽ ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകത്തിൽ സംബന്ധിച്ച് മദ്യം പറയാൻ വേണ്ടി പലരും വന്നിട്ട് ഹൈന്ദവർ സ്വീകരിച്ചില്ല. അവസാനം ബാഫക്ക് തങ്ങൾ വന്നപ്പോൾ സ്വീകരിച്ചു. റെസ്റ്റ് ഹൗസിൽ ചർച്ച നടക്കുന്നതിനിടയിൽ ളുഹുർ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ബാഫക്ക് തങ്ങൾ എണീറ്റു. അപ്പോൾ ഒരു RSSകാരൻ ഓടി. ഇതൊക്കെ ഞാൻ താരീഖിൽ വായിച്ചത്. ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്തു? ഒരു കിണ്ടി നിറയെ, ഒരു പാട്ട നിറയെ എന്തുകൊണ്ടെന്നു? വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് അവരോട് കൈ നീട്ടാൻ പറഞ്ഞു. ആ കൈക്ക് RSSകാരൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് തങ്ങൾ ഒന്നു കൊടുത്തു. നിസ്കരിക്കുന്നവരെ ചർച്ച നിർത്തിച്ചു. എങ്ങനെയുണ്ട്? ചെങ്കോട്ടയിൽ കോൺഗ്രസിന്റെ യോഗം നടന്നുകൊണ്ടിരിക്കവേ അബുൽ കലാം മഗ്രിബിന്റെ ബാങ്ക് കൊടുത്തു. അപ്പോൾ അബുൽ കലാം ആസാദ് സ്റ്റേജിൽ നിന്നിറങ്ങി. അപ്പോൾ ഗാന്ധിജി അടക്കം മിണ്ടാതിരുന്നു. പിന്നെ തിരിച്ച് അടുത്ത ചെങ്കോട്ടയിലെ പള്ളിയിൽ മഗ്രിബും സുന്നത്തും നിസ്കരിച്ച് അബുൽ കലാം ആസാദ് മടങ്ങി വരുന്നത് വരെ ഒരാൾ സ്റ്റേജിൽ ഒരു വാക്ക് മിണ്ടിയില്ല. എന്നിട്ട് എൻ്റെ യോഗം തുടങ്ങി. എന്തുകൊണ്ട്? അവരൊക്കെ ആരാണ്? അമാന. അവരെല്ലാവർക്കും പേടിയിരിക്കും. എന്താ മനസ്സിലാക്കാത്ത? അപ്പൊ RSSന്റെ കുഴപ്പമല്ല, കുഴപ്പം ആരുടേതാണ്? നമ്മളതാണ്.
ഇതൊക്കെ 925 ശേഷം, 1925 ശേഷമാണ് ഈ സംഭവം. 925 RSS ഉണ്ടാക്കിയത്. അതും കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? ഇവിടെ അമാനത്തുള്ള ഒരാളാ, അതെല്ലാവർക്കും പേടിയാ. മനസ്സിലായില്ലേ? ചിന്തിക്കല്ലോ, ഇത് പഠിച്ചാൽ തീരൂല. ദീന് എന്ന് പറയാൻ എന്താ? നിസ്കാരം നോമ്പൊന്നുമല്ല, അതിൻ്റെ തറാവി ഒന്നുമല്ല. ഇപ്പം തറാവി കൊണ്ട് ആളാകാൻ നോക്കല്ലേ ചെയ്ത്? ഒന്നുമല്ലടാ ദീന്. 5 ഫർദ് മാത്രം നിസ്കരിച്ചാൽ മതിയായിരുന്നു. എന്തുണ്ടെങ്കിൽ അമാനത്തുണ്ടെങ്കിൽ. അമാനത്തില്ലേ? ലാ ദീന, ദീനില്ല. ഈമാനുമില്ല. ലാ ഈമാൻ അലിമൻ ലാ അമാനത്തലഹു. ഒരാൾക്ക് അമാനത്തില്ലെങ്കിൽ ഈമാൻ ഉണ്ടാവില്ല. അല്ലാ അല്ലാ. ചിന്തിക്ക് നീട്ടുന്നില്ല. വളരെ ചിന്തിക്കണം. ഇത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. വലിയ പള്ളി ഉണ്ടാവും, ആളുകൾ ഇങ്ങനെ പറയും, ഒരു നേതാവിനെ പറ്റി ജനങ്ങൾ പറയും, ഒരു മുസ്ലിം നേതാവിനെ പറ്റി ജനങ്ങൾ പറയും, ഓ ഭയങ്കര ആളാ, ഭയങ്കര ബന്ധാ, വർത്താനം. ഒരു സ്റ്റേജിലൊക്കെ മൂപ്പരെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങോട്ട് കൂടി ബമ്പം പരിപാടി, ആ വർത്താനം, കാര്യം, നേതാവും, അങ്ങനെ അങ്ങനെ ആളുകൾ പ്രശംസിക്കും. ആണുമണി തൂക്കം പോലും ഈ നേതാവിൻ്റെ കൽബിൽ ഈമാൻ ഉണ്ടാവില്ല. കാരണം ഇയാൾക്ക് എന്തില്ല? അമാനത്തില്ല. അമാനത്തില്ലാത്തവൻ എങ്ങനെ ഈമാൻ ഉണ്ടാവുക? അന്ത്യനാളിൽ ചതിയന്മാരുടെ എല്ലാം ഈ ഭാഗം എന്ന് പറഞ്ഞാൽ, ഇത് ഭാഗം എന്ന് പറഞ്ഞാൽ ബാക്ക് സീറ്റിൽ ആ 2 എന്താ പറയുക, ബാക്ക് സീറ്റിൽ 2 ചന്തിയുടെയും ഇടയിലുള്ള ആ വിടവ്, മനസ്സിലായില്ലേ? ആ വിടവിൽ യുർഫഉ ലിവാഉൻ, അവിടെ ഒരു പതാക ഉയർത്തപ്പെടും. യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ. മഹ്ശറിൽ ചെല്ലുമ്പോൾ യുർഫഉ ലിവാഉൻ ഇൻദ ഇസ്തിൽഗാദിരി, ചതിയൻ്റെ ഈ 2 ചന്തിയുടെയും ഇടയിൽ ഒരു പതാക ഉയർത്തപ്പെടും. യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ. ചതിയന്മാർക്കൊക്കെ ഇവിടെ എന്തുണ്ടാവും? പതാക ഉണ്ടാവും. പതാക എന്ന് പറയാൻ കാരണം വാലല്ല, വാല് കീപ്പോട്ടാണ്, പതാകയോ മേപ്പോട്ടാണ്. ബിഹസബി ഖദ്രിഹി, അവൻ്റെ ചതിക്കനുസരിച്ചായിരിക്കും ആ പതാക. അതായത് അവൻ്റെ ചതിക്കനുസരിച്ച് എന്ത് പൊങ്ങും? പതാക പൊങ്ങും. ഒരു പതാക, ഒരു കൊടി, അപ്പൊ ഒരു വടി മാത്രമല്ല, ഒരു കൊടി. ആ കൊടി കണ്ടാൽ അറിയാം ഓൻ ദുനിയാവിൽ ആരായിരുന്നു? ചതിയനായിരുന്നു. ചതിയൻ എന്ന് പറഞ്ഞാൽ എന്തായാലും അൽ അമാന വഇല്ലൽ ഖിയാന, ഒരിക്കൽ അമാനത്ത്, അല്ലെങ്കിലോ ഖിയാനത്ത്, ചതി, വഞ്ചന. ഒരാൾ അമാനത്തുള്ളവനാണെങ്കിൽ മുഅ്മിനാണ്, ഇല്ലെങ്കിൽ ആരാണ്? പാറയുടെ കുട്ടി. അമാനത്ത്, ഖിയാനത്ത്, നൂറ്, ഉൽമത്ത്, ലൈല് നഹാറ്, പകല് രാത്രി എന്ന് പറയും പോലെ വിരുദ്ധമായ കാര്യങ്ങളാണെന്ത്? അമാനത്ത്, ഖിയാനത്ത്. അമാനത്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഖിയാനത്ത്, ചതി, വഞ്ചന. യുർഫഉ ലിവാഉൻ, ഈ ബാക്ക് സീറ്റിന്റെ ഭാഗത്ത് ഉയർത്തപ്പെടും. ഹബീബായ നബി പറയാ, പുണ്യ റസൂൽ പറയാ, എന്റെ ബാക്ക് സീറ്റ് അവിടെ ഉയർത്തപ്പെടും, നാട്ടപ്പെടും. ചതിയന്, വഞ്ചകന്, ബിഹസബി ഖദ്രിഹി, അവന്റെ ചതിയുടെ അളവനുസരിച്ച്. അർഫഉഹാ ഖദ്റൻ, അതിൽ ഏറ്റവും പൊങ്ങിയ കൊടി ലിവാഉൽ ഇമാമിൽ ഖാദിരി, നേതാക്കന്മാരുടെ കൊടിയായിരിക്കും. ഇന്നത്തെ സ്ഥാനാർത്ഥി തോറ്റവൻ രക്ഷപ്പെട്ടു. തോറ്റ MLA എന്നൊരു പേരിട്ടും ചെയ്യും. 2 സൈസ് MLA ഉണ്ട്. എന്ത് പറയാ? ജയിച്ച MLA, തോറ്റ MLA. ഇത് ആകണ്ട. എന്നാലും അങ്ങനെ പറയാനോ, ഞാൻ തോറ്റ MLA അങ്ങനെ പറയാലോ. MLA ആവൂല. അതെനിക്കറിയാം. 5 മണിക്കൂറൊക്കെ നിന്നിട്ട് രാഷ്ട്രീയം പ്രസംഗിച്ചിരുന്ന ബാപ്പാൻ്റെ മകനാണ് ഞാൻ കണ്ടിട്ടുണ്ട്. CH വരാന്ന് പറഞ്ഞിട്ട്, CHും CDHും വരാന്ന് പറഞ്ഞിട്ട് ബാപ്പനെ പ്രസംഗിക്കാൻ കയറ്റി. 11 മണിയായപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയ ബാപ്പ ഇടക്കിടക്ക് നോക്കും. അവസാനം വിവരം കിട്ടി CHും CDHും നിലമ്പൂരിൽ മടങ്ങിപ്പോയി, വരുന്നില്ല. അപ്പം അങ്ങനെ രാഷ്ട്രീയം അറിഞ്ഞിരുന്ന ബാപ്പാൻ്റെ മകനാണ് ഞാൻ. വലിപ്പത്തിലൊന്നും പറയില്ല. അങ്ങനെ മതവും പ്രസംഗിക്കും, അങ്ങനെ രാഷ്ട്രീയം പ്രസംഗിക്കും.
എൻ്റെ നാട്ടിലെ സമസ്ത നേതാവിൻ്റെ വാപ്പയായിരുന്നു, ലീഗ് നേതാവിൻ്റെ വാപ്പയായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്കറിയാത്തതല്ല ഷാഹുലേ. എന്നാലും തോറ്റ എം എൽ എ എന്ന് പറയടാ, ഞാൻ തോറ്റ എം എൽ എ എന്നറിയാം. എന്നാലും ഒരു വലുപ്പത്തരാണ്, മത്സരം തല്ലുണ്ടാവില്ല. ജയിച്ച എം എൽ എ കുടുങ്ങും, ജയിച്ചോ കുടുങ്ങും. എന്തുകൊണ്ട്? അബൂദറിന് വീട്ടാൻ കഴിയാത്ത എനക്ക് വീട്ടാൻ കഴിയും? ഞങ്ങൾ വീട്ടും, നടക്കൂല. ഞങ്ങൾ എം എൽ എ ആണ്ടാന്നറിയല്ല, ആകണമെന്നും പറയല്ല. എനക്ക് അന്തല്ല ഉണ്ടെങ്കിൽ ജാകണ്ട, മുട്ട് കിട്ടും. അവിടുന്ന് പെരും മുട്ട് കിട്ടും. ഈ ബാക്ക് സീറ്റിൽ ഉയർത്തപ്പെടുന്ന കൊടികളിൽ ഏറ്റവും ഉയർന്ന കൊടി ലിവാഉൽ ഇമാമിൽ ഖാദിരി, ജനങ്ങളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ജനങ്ങളെ ചതിക്കുകയും ചെയ്ത നേതാവിൻ്റെ കൊടിയായിരിക്കും. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ഉറങ്ങാതെ നടക്കാൻ കാരണം. നേരം വെളുത്ത പണിയാണ്, രാത്രി റോന്തിച്ചലുമാണ്. അപ്പം എന്തില്ല, ഉറങ്ങാൻ നേരമല്ല. അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹു ഉറങ്ങാതിരിക്കാൻ തൗഫീഖ് കൊടുക്കും. ഉറങ്ങാത്ത മനുഷ്യന്മാർ എത്ര ഉണ്ടായി ചരിത്രത്തിൽ? എന്ത് അവരുത്തരവാദിത്വം കൊണ്ട് അള്ളാഹു അവർക്ക് തൗഫീഖ് കൊടുത്തു, എന്തില്ല, ഉറക്കല്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്, അവസാനിപ്പിക്കാം. ചിന്തിക്ക്. ദീൻ എന്നാൽ എന്താണ്? അമാനത്താണ്. വൽ ഫർജു അമാന. അവ്വലു മാ ഖലഖ അല്ലാഹു മിനൽ ബശരി അൽ ഫർജ. മനുഷ്യനിൽ നിന്ന് അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചത് ലൈംഗിക അവയവമാണ്. എന്നിട്ട് അല്ലാഹു തആല മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യ, ഞാൻ നിനക്കാദ്യമായി പടക്കുന്നത് ഈ എല്ലില്ല അവയവം, ഇത് അൽ ഫർജു അമാന, ഫർജൊരു അമാനത്താണ്. പിന്നെ പഠിച്ചു നാവ്. എന്നിട്ട് പറഞ്ഞു നാവ് അമാനത്താണ്. മാ ബൈന ഫഖ്ദൈനി വമാ ബൈന ലഹ്യൈ. ഒരു മനുഷ്യൻ രണ്ട് തൊടകൾക്കിടയിലും രണ്ട് താടിയല്ലുകൾക്കിടയിലും ഉള്ളതിൽ അമാനത്ത് വീട്ടിയാലും ഞാൻ അവന് സ്വർഗത്തിന്റെ കഫീലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടെണ്ണത്തിന് അമാനത്ത് വീട്ടിയാലും ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരും. എന്ത്? മാ ബൈന ഫഖ്ദൈഹി വമാ ബൈന ലഹ്യൈഹി. രണ്ടെണ്ണത്തിന്റെ അമാനത്തുകൾ വീട്ടിയാൽ മതി. ഏതൊക്കെ ഏതൊക്കെ? അതെ, തറാവിയൊക്കെ സ്കരിച്ചു, പക്ഷെ ഒരു പെൺകുട്ടിയെ എൻ്റെ അടുത്ത് എത്തി നിർത്താൻ പറ്റൂല. തറാവി സ്കരിച്ച് 600 റക്അത്താ പറ്റിക്കൊല്ലം തറാവി സ്കരിച്ച്. പറയടാ, 600 ഇപ്പം എത്ര കുറയും? 20 കുറയും. അപ്പൊ എത്ര ഉണ്ട്? 580 റക്അത്ത് തറാവി സ്കരിച്ചവനാണ്. പക്ഷേ ഒരു പെൺകുട്ടിയെ നിർത്തിയിട്ട് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയാലോ ഇജ്ജ് തോണ്ടു. മാനായ ആളുമാണ്, സ്ഥലത്തെ പ്രധാന ദിവ്യൻ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ മാതിരി. പക്ഷെ എൻ്റെ അടുത്തൊരു പെൺകുട്ടി നിർത്തി വെച്ച് തോണ്ടു. ഫർജു അമാന. ഏറ്റവും വലിയ അമാനത്ത് എന്താണ്? ഫർജാണ്. അത് നിലക്കിർത്താൻ എനിക്ക് കഴിയൂല. പിന്നെ ചെന്ത താടി, കൊച്ചനാടിനുമില്ല എങ്ങനെ താടി അങ്ങനെ കൊച്ചനാടിനുമില്ല. എന്നിട്ട് ഔലിയ പാപ്പയായോ? നിങ്ങളിൻ്റെ കൂടെ അല്ല. കൊറ്റനാട് അനക്ക് മാത്രല്ലടാ താടി ഉള്ളത്, ആർക്കുണ്ട്? അത് ബാർബർ ഷാപ്പിൽ പോകാത്തവർക്കൊക്കെ എന്ത് നീളും? പറയടാ, അതൊരു കറാമത്തല്ല സയ്യിദ് മുഹമ്മദേ. താടി ഉണ്ടാകലൊരു വലിയ കറാമത്തല്ല. അതാ സാധുക്കളായ ബാർബർമാർക്ക് ഒരു 100 റുപ്യ കൊടുക്കാൻ എനിക്ക് മടിയുണ്ടെങ്കിൽ അതിനാൽ ഉണ്ടായിത്തീരുന്നതാണ് എന്ത്? ബഹുമാനപ്പെട്ട താടി. അതുകൊണ്ട് ഇജ്ജ് മുഅ്മിനാവൂല. അതല്ല അല്ലേ? തുണി ഉടുത്തിട്ടുണ്ടെങ്കിൽ തലയെ കെട്ട് നല്ലതാണ്. തുണി ഉടുക്കാതെ തലയെ കെട്ടിയ പിരാന്തനാണ്. മനസ്സിലായില്ല? എനക്ക് അമാനത്ത് ഉണ്ടായിട്ട് എനക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. തുണി ഉണ്ടെങ്കിൽ തലയെ കെട്ടൊരു ചൊറുക്കാണ്. തുണി ഉണ്ട്, കുപ്പായുണ്ട്, പിന്നെ തലയെ കെട്ടിയാൽ അറിയെന്താണ്? എന്തില്ല, സുന്നത്തുണ്ട്. അതേ സമയത്ത് മുമ്പർക്ക് എന്തില്ല? പറയടാ, എന്തില്ല? തുണിയില്ല. തലയെ കെട്ടിക്കണമെങ്കിൽ മൂപ്പര് പേരല്ല പിരാന്തൻ. ഊമ്പളം പറക്കൊണ്ട് വെക്കണം. അമാനത്തുണ്ടെങ്കിൽ താടി നല്ലതാണ്. ഇല്ലെങ്കിൽ താടി ആർക്കുണ്ട്? അന്നെക്കാളും വലിയ താടി ഉണ്ടടാ കൊച്ചനാടിന്. വാപ്പ പറഞ്ഞൊരു കഥ ഉണ്ട്. ഒരാൾ വയറിലിങ്ങനെ താടി വർപ്പിച്ച് വയറെന്ന് പറയുന്നതിനിടയിൽ ഒരാൾ മുന്നിലിരുന്നിട്ട് പെരുങ്കരച്ചിൽ കരിഞ്ഞു. ഇയാളെ ബന്ധപ്പെട്ടു. ഇക്കാലം വരെ ഞാൻ വയറിലിട്ട് ഒരാൾ കരിഞ്ഞിട്ടില്ല. അപ്പൊ വയറിലൊക്കെ കഴിഞ്ഞിട്ട് ഇയാളെ പള്ളിന്റെ ചെരുവിനെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരിഞ്ഞ്? എന്താണ് നിങ്ങളെ മനസ്സിൽ ഇത്ര വലിയ സ്വാധീനം ഉണ്ടാക്കി എൻ്റെ വയറിൽ? അപ്പൊ പറഞ്ഞു, ഒന്നല്ല, ഞങ്ങള് ബാപ്പ മരിച്ചിട്ട് ഞങ്ങൾക്കൊരു ആടുണ്ട്.
ആ ആടാണ് ഞങ്ങളെ മക്കളെ പോറ്റിയത്. ആടിനൊരു താടി ഉണ്ടായിരുന്നു, അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ താടി വറപ്പിക്കും പുള്ള ഉമ്മറത്ത് നിന്നിട്ട്. അതെനിക്ക് ഓർമ്മ വന്നുപോയി. പിന്നെ പാമ്പ് അടിച്ച് ചത്തുപോയി ഞങ്ങൾ ആട്. അപ്പൊ നിങ്ങളെ താടി വറപ്പിച്ച് കണ്ടപ്പോ ഞങ്ങളെ പോറ്റിയ ആടിനെ എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ കഴിഞ്ഞതാണ് എന്റെ വാപ്പ പറഞ്ഞ. അപ്പൊ ആചാരി താടി എല്ലാവർക്കും ഉണ്ടാവും. താടി അല്ലടാ കോന്താപ്പോ ദീന്. ദീനെന്നാൽ അമാനത്താണ്. അതാണ്. ആര് എൻ്റെ അടുത്ത് നിസ്കരിച്ച് തോണ്ടൂല. 2 കൊല്ലം അയൽവാസി ഗൾഫ് പോയി. ഓൻ്റെ പെണ്ണുങ്ങളെ ഇത് നോക്കിയിട്ടില്ല. ഓൻ പെരുന്നീൻ്റെ തലേ ദിവസം ഓളെ കാലിൻ്റെ ചൊറുക്കെങ്കിലും ഞാനൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് നോക്കിയാൽ എനിക്ക് എന്ത് നഷ്ടപ്പെട്ടു? അമാനത്ത് നഷ്ടപ്പെട്ടു. എന്നാ മറ്റൊക്കെ ആർക്കും കഴിയും ചങ്ങായി. മറ്റൊക്കെ ആർക്കാ കഴിയാത്ത? മഞ്ചേരി അങ്ങാടിയിലുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊരു ട്രാഫിക് പോലീസ്. ആ മഞ്ചേരി നാടും കൂടി അടുത്തുണ്ടായിരുന്നു ഒരു ട്രാഫിക് പോലീസ്. അങ്ങനെ കേട്ടോ, അതായത് ഒരു ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടി നിർത്തി മറ്റേ ഭാഗത്തെ വണ്ടി വിടും. അതിനെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ മാലാത്തത് ഇത് ട്രാഫിക് പോലീസിൻ്റെ പണിയല്ലേ. നീ റഹ്മത്തുള്ള കാസിമി നിസ്കാരത്തിനെയും കുറ്റം പറഞ്ഞു എന്ന് പറയണ്ട. അഞ്ച് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞോളാം. അപ്പോൾ അതാണ് തീർന്നിട്ട് അതാ പോലും. നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കുക, അൽഹംദുലില്ലാ. നിർത്തണ്ട. നമ്മൾ എന്തിന് കൊതിക്കണം? ഈമാൻ ഉണ്ടാകാൻ. ഈമാൻ ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? അമാനത്തുണ്ടാകണം. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ ഒപ്പം എൻ്റെ അയൽവാസി പെണ്ണിനെ ദുബായ്ക്ക് ഓളെ മാപ്പിള അവിടെ ഉണ്ട്, പറഞ്ഞയച്ചു. അപ്പം എനിക്ക് ഓളേറ്റെടുത്ത ലോക്യം കൂടി കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഓളോട് പറഞ്ഞു, നമുക്ക് രണ്ടാക്കും പോയി ഒരു ചായ കുടിക്കാം. എനിക്ക് എന്തില്ല, മാറ്റില്ല. നമ്മൾ രണ്ടാളും കൂടി അപ്പുറത്ത്. അതേ സമയത്ത് എനിക്ക് ചോദിക്കാം, ചായ വേണമെങ്കിൽ പറയണം കേട്ടോ. ഒരു ചായ അവിടുന്ന് വാങ്ങിയിട്ട് ഇവിടെ ഓൾക്ക് കൊണ്ടേ കൊടുത്തു. ഓളും തമ്മിലൊരു ബന്ധമല്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അമാനത്ത്. അമാനത്ത് പെട്ടെന്ന് നഷ്ടപ്പെടും. മനസ്സിലാവുണ്ടോ? ഒരു സുഷിരം മതി. ഒരു സഞ്ചിയിൽ ഒരു പാത്രത്തിൽ എല്ലാം ഓക്കെയാണ്. ഒരു ചെറിയ സൂചി വിടവിൽ ഒരു ചെറിയ ഓട്ടുണ്ടായി. ഇനി വല്ലിനും പറ്റുമോ ആ കുടുക്ക? പറ മനുഷ്യ, ഇനി അല്ലിന് ആ കുടുക്ക പറ്റുമോ? ഇനി അതിൽ വെള്ളം വെക്കാൻ പറ്റും? എണ്ണ പിന്നല്ലേ. ഞാൻ ആട്ടിക്കൊണ്ടെന്ന് വെളിച്ചെണ്ണ പോട്ടടാ, പച്ചവെള്ളം ഒഴിച്ചേക്കാൻ പറ്റും. എന്തുണ്ടായാലും എല്ലാം യോജിച്ചാലാണ് എന്തുണ്ടാകുക? അമാനത്ത്. എല്ലാം യോജിക്കണം. എല്ലാം ഒരാൾക്ക് യോജിച്ചാലും ഉണ്ടാവുന്ന പേരാണ് എന്ത്? എന്ത്? അതാണ് അമാനത്ത്. അതാണ് ഉണ്ടാവേണ്ടത്. അതാണ് അല്ലാഹു നമുക്ക് കാണിച്ചെന്ന്. ആകാശത്തിന് കാണിച്ചു കൊടുത്തപ്പോൾ നമ്മൾ ചാടിപ്പിടിച്ചത്. മനുഷ്യനത് ചാടിപ്പിടിച്ചു. ഇന്നഹു കാന വലൂമൻ ജഹൂല. 72-ാമത്തെ ആയത്ത് അഹ്സാബ് അധ്യായം. അല്ലാഹു നമ്മളെ നാഫിഅ ഇൽമോട് അനുഗ്രഹിക്കട്ടെ. മനസ്സറിഞ്ഞാൽ പറയും അല്ലാഹു തൗഫീഖ്. അമാനത്ത് വീട്ടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. യാ റസൂലല്ലാഹ് അദ്ദൈതൽ അമാന. നമ്മുടെ റസൂലുള്ളാഹി മദീന പള്ളിയിൽ പോയി റൗള ഷരീഫിൽ നിന്ന് പറയുന്ന ഒരു വാക്കാണ് അദ്ദൈതൽ അമാന. അങ്ങേ അല്ലാഹു ഏൽപ്പിച്ച അമാനത്ത് അങ്ങ് വീട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ വീട്ടാൻ ബാക്കിയുള്ളൂ. റസൂലുള്ള അമാനത്തിൽ ഒരൽപ്പം പോലും വിട്ടിട്ടില്ല. അദ്ദൈതൽ അമാന വനസഹത്തൽ ഉമ്മ. ഇതൊക്കെ നമ്മൾ നേരിട്ട് പറയും. ആരോട്? മുസ്തഫ നബിയോട്. അള്ളാഹു അത് വീട്ടാൻ നമുക്ക് അള്ളാഹു തല തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയും അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അപ്പോൾ പരിശോധിക്കാം, എനിക്ക് എങ്ങനെയാണ് അമാനത്ത് നേടാനാവുക എന്ന് ഓരോരുത്തരും പരിശോധിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് വരുത്താൻ കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ മുഅ്മിനുമാവും. എന്തുകൊണ്ട്? ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. ഒരാൾക്ക് അമാനത്തില്ലെങ്കിൽ അയാൾക്ക് എന്തില്ല? ഈമാനില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാ ഹദീസ്? എങ്ങനെയാ? ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. ഒരാൾക്ക് അമാനത്തില്ലെങ്കിൽ അയാൾക്ക് എന്തില്ല? ഈമാനില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാം അമാനത്താണ്. പണം അമാനത്താണ്, ഫർജ് അമാനത്താണ്, എല്ലാം അമാനത്താണ്. എല്ലാം അമാനത്താണ്. അമാനത്ത് വിട്ടിയാൽ ഓ മുഅ്മിനാവും.
ആരെ പേടിച്ചിട്ട്? അമാനത്ത് വീട്ടാൻ അവർ പേടിച്ചു. അപ്പൊ ഒരു മനുഷ്യന് പേടിണ്ടായാലേ അമാനത്ത് വീട്ടാൻ കഴിയുള്ളൂ. ഒരാൾ അള്ളാഹിനെ പേടിച്ചാലോ ഖാഫഹു കുലിശ, എല്ലാവരും അവനെ ഇങ്ങോട്ട് പേടിക്കും. ഇപ്പൊ എല്ലാവരും ആഫഗതങ്ങളാവും, എല്ലാവരും മുഖേതങ്ങളാവും. പിന്നെന്ത് RSS, പിന്നെന്ത് BJP, ആര് വെച്ചാൽ എന്താ? നമ്മളാരും എല്ലാവരും പരിഗണിക്കും നമുക്ക് എന്തുണ്ടെങ്കിൽ, അമാനത്തുണ്ടെങ്കിൽ. ഇല്ലെങ്കിലോ പ്രചണ്ഡമായ ജലപ്രവാഹത്തിലെ മാലിന്യങ്ങൾ മാത്രമായിരിക്കും അക്കാലത്തെ മുസ്ലിങ്ങൾ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ആരും പരിഗണിക്കൂല, അള്ളാഹു പരിഗണിക്കൂല. അതുകൊണ്ട് ആരും പരിഗണിക്കൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അഹദ് വീട്ടാൻ, അമാനത്ത് വീട്ടാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട്? പണം കൊണ്ടുള്ള അമാനത്ത് പണപരമായി നീട്ടുക, വാക്കുകൊണ്ടുള്ള അമാനത്ത് വാക്കുകൊണ്ട് വീട്ടുക, ഒന്നും ഫർജ് കൊണ്ടുള്ള അമാനത്ത് ഫർജ് കൊണ്ട് വീട്ടുക. എന്തും അമാനത്ത് വീട്ടി ഒരു മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അമാനത്തില്ലാത്തവൻ എവിടെ പാഞ്ഞിട്ടും കാര്യമല്ല. ആദ്യം നേടേണ്ട അമാനത്താണ്. അമാനത്ത് നേടാൻ വേണ്ടി മക്കത്ത് പോയിട്ട് കാര്യമല്ല. ആദ്യം അമാനത്ത് വാങ്ങാണ് വേണ്ടത്. അമാനത്താണ് വലിയ കാര്യം. ഒരാൾ അള്ളാഹു നിന്നെ ഏൽപ്പിച്ച കാര്യം കൃത്യമായി നിർവഹിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണ്ടടോ. മക്കയിലേക്ക് ഒരു അമാനത്തൊക്കെ കിട്ടി, ഒരു അമാനത്തുള്ളവനായി. പിന്നെ നീ നേരം അപ്പോഴത്തിന് പൈസ കിട്ടിയില്ല. പൈസയൊക്കെ കിട്ടിയപ്പോഴത്തിന് മരിച്ചുപോയി. എന്താ പേടി? ഈ പേടിക്കണ്ട, അള്ളാഹിൻ്റെ അടുക്കലാവും. പേടിക്കണ്ട, നീ അള്ളാഹിൻ്റെ അടുക്കൽ ഉത്തമനാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഈ കാര്യത്തിൽ അമാനത്തെന്നാൽ വിശാലമായൊരു അധ്യായമാണ്. അത് വളരെ പ്രവിശാലമാണ്. അതുകൊണ്ട് ആണ് ഞാൻ ഈ റമളാനിൻ്റെ അവസാനം ഇന്നലെ എന്താ പറയുക, 6 നോമ്പ് ഇന്നലെ കഴിഞ്ഞു, ഇന്ന് അതിൻ്റെ പെരുന്നാളാണ്. അപ്പോൾ എന്താണ് ദീൻ, എന്താണ് നമ്മൾ വീട്ടേണ്ടത് എന്ന് എനിക്കും നിങ്ങൾക്കും ഒരു പുനഃപരിശോധനയാണ്. അല്ലാഹു യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മളെ ചേർത്ത് തരട്ടെ. പഴയ കാലത്തെ ആളുകൾ മശായിഖന്മാർക്ക് കൊണ്ട് ഹൃദയം വെച്ചു കൊടുക്കും. മശായിഖന്മാർ ഒരസി കേട് കളഞ്ഞ് എല്ലാം കൊടുക്കും. അപ്പോൾ അവർ നല്ലവരായി ജീവിക്കും. അതാണ് അമാനത്ത്. മശായിഖന്മാർ നിൻ്റെ കേട്ടത് കളഞ്ഞു തരും. അങ്ങനെയൊക്കെ ഒരു കാലം കഴിഞ്ഞുപോയി. അള്ളാഹു നമ്മളെ നന്നാക്കിത്തരുന്ന കൈകളിലേക്ക് അള്ളാഹു ചേർത്ത് തരട്ടെ. നമ്മളെ നന്നാക്കിത്തരുന്ന കൈകളിലേക്ക് അള്ളാഹു നമ്മളെയും ചേർത്ത് തരട്ടെ. ആ സുഹാബിനെ നന്നാക്കിയ ഒരു കൈയിലേക്ക് ആ സുഹാബിനെ അള്ളാഹു ചേർത്തില്ലേ? മുഹമ്മദു യദു ശരീഫ യദു നബിയിൽ മുസ്തഫ, പുണ്യ റസൂലുള്ളാഹിന്റെ കൈയിലേക്ക് സ്വഹാബത്തിനെ ചേർത്തതുപോലെ അള്ളാഹിന്റെ ഹബീബിന്റെ ഖുലഫാക്കളെ കൈകളിലേക്ക് അള്ളാഹു നമ്മളെ ഹൃദയത്തിനെയും ചേർത്ത് വെച്ച് തരട്ടെ. എന്നിട്ട് അമാനത്ത് വീട്ടി മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. വളരെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസാണ് ഇന്നത്തെ മജ്ലിസ്. വളരെ പ്രധാനം. അതായത് നോമ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ അള്ളാഹ് ക്ലാസ്സാണ്. വലിയ അത്ഭുതങ്ങളുള്ള ഒരു ക്ലാസ്സാണ് ഈ ക്ലാസ്. പരമാവധി ആളുകൾ ദുആ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നറിയിക്കുന്നു. പരമാവധി ആളുകൾ ദുആ കഴിഞ്ഞ് പോയാൽ മതി. അങ്ങോട്ടും കൊണ്ട് ഇറങ്ങി ഓടി നടക്കരുത്. പുറത്തുള്ള ആളുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ കഴിയുമെങ്കിൽ നോക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് ബർക്കത്തുള്ള സ്ഥലം, പുറത്തല്ല. കസേര കുത്തിരിക്കാൻ സുഖം പുറത്താണ്. അതേസമയത്ത് ബർക്കത്ത് ഇതിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾ പൂരം കാണാൻ വന്നാൽ പോലെ ഇരിക്കരുത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരുന്നാൽ ഇതിന് വലിയ ഹൈറുണ്ട്. ഇവിടെ നിങ്ങൾ വിചാരിച്ചവർ മാത്രമല്ല ഉള്ളത്, നിങ്ങൾ വിചാരിക്കാത്ത ആളുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ ബർക്കത്തുണ്ടെങ്കിലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.